പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ തിരക്ക് പിടിച്ച് നടത്തിയ പെരിങ്ങോം താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ജാലവിദ്യ മാത്രമായിരുന്നുവെന്ന് UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ RJ Gold JMUP സ്കൂളിന് മുൻവശം ചെറുപുഴ. പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ തിരക്ക് പിടിച്ച് നടത്തിയ പെരിങ്ങോം താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ജാലവിദ്യ മാത്രമായിരുന്നുവെന്ന് UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ആശുപത്രി സേവനങ്ങൾ പഴയ ആശുപത്രി കെട്ടിടത്തിൽ തന്നെ എന്നത് UDFന്റെ ആരോപണം ശരിവെക്കുന്നതാണെന്നും നേതാക്കൾ പറഞ്ഞു. നമ്മുടെ ആവശ്യം ഈ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് ആവശ്യമായ ചികിത്സ നൽകുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തുറന്നിട്ടുള്ള ഈ ആശുപത്രി ഉദ്ഘാടനം നടത്തിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഈ താലൂക്ക് ആശുപത്രി പ്രവർത്തനം എത്രയും പെട്ടെന്ന് തന്നെ ആവശ്യമായ ഡോക്ടർമാരെയും സ്റ്റാഫിനെയും ഒക്കെ നിയമിച്ചുകൊണ്ട് ആധുനിക സൗകര്യമുള്ള ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പൊ ഈ ആശുപത്രി ഉദ്ഘാടന മേള നടത്തി. നിങ്ങളിപ്പം പോയി നോക്കിയാൽ അവിടെ നമ്മൾ സിസ്റ്റർമാർ നഴ്സുമാർക്ക് പോലും കൈ കഴുകാൻ വെള്ളമില്ലാത്തൊരു സ്ഥിതിയിലായിരുന്നു. അന്ന് നേരത്തെ ഉണ്ടായ ഒരു തുറന്ന കിണർ, സാധാരണ കിണർ, ആ ബിൽഡിങ്ങിന്റെ പണിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് അത് മൂടാൻ വേണ്ടി അന്നത്തെ കമ്മിറ്റിയും അതുപോലെ തന്നെ കോൺട്രാക്ടറൊക്കെ തീരുമാനിച്ച സമയത്ത് അന്ന് UDF അതിന് തടസ്സം നിൽക്കുകയും ആ കിണർ മൂടാണ്ട് തന്നെ ബിൽഡിംഗ് പണി നടക്കുകയും അതിപ്പോൾ അതിൽ നിന്നാണ് കുറച്ചെങ്കിലും വെള്ളം ഉപയോഗിക്കാൻ കിട്ടുന്നത്. നമ്മൾ വെറുതെ പറയുന്നില്ല, നിങ്ങൾ പോയി നോക്കിയാൽ മനസ്സിലാവും. അവിടെ വെള്ളം കുടിക്കാനും ഇല്ല, കഴുകാനും ഇല്ല. ഇനിയിപ്പോൾ വണ്ടിക്ക് ഇറക്കുന്ന രൂപത്തിലേക്ക് കുടിവെള്ളം എത്തിക്കേണ്ട സ്ഥിതിയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മളെ ഈ ആശുപത്രി ബിൽഡിംഗ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് UDF ആ പരിപാടി ബഹിഷ്കരിച്ചിരുന്നു. പത്രക്കാർക്ക് അറിയില്ല, നമ്മളന്ന് പത്രസമ്മേളനം വിളിച്ച് ചേർത്ത് അത് കാര്യങ്ങൾ വിശദീകരിക്കാൻ തീരുമാനിച്ചാണ്. അന്നേരമാണ് ഈ അനിഷ്ട സംഭവങ്ങൾ മറ്റൊക്കെ ഉണ്ടായത്. ആ ബഹിഷ്കരണത്തിന്റെ കാരണം കാസർഗോഡ് പാർലമെന്റിൽ നിന്നും 1,40,40,000 വോട്ടിന് വിജയിച്ച MBയെ ഫോട്ടത്തിലും അതുപോലെ തന്നെ മറ്റൊരു സ്ഥലങ്ങളിലും പ്രദർശിപ്പിക്കുകയും ആ MBയെ നേരിട്ട് ക്ഷണിക്കുക പോലും ചെയ്യാതെ കണ്ടാണ് അവർ ഈ ഉദ്ഘാടന മാമാങ്കം നടത്തിയത്. അതിനെതിരായി നമ്മൾ ആലോചിച്ച് ആ പരിപാടി MBയെ ക്ഷണിക്കാത്തതുകൊണ്ട് ആ പരിപാടി നമ്മൾ ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അത് UDFന്റെ പ്രവർത്തകന്മാർ ആരെങ്കിലും സാധാരണക്കാർ പോയിരുന്നെങ്കിൽ അല്ലാതെ കണ്ട് UDFന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളോ. വാർത്താ സമ്മേളനത്തിൽ UDF നേതാക്കളായ KM കുഞ്ഞപ്പൻ, M ഉമ്മർ, TP മുസ്തഫ, AK രാജൻ മാസ്റ്റർ, രവി പൊന്നമ്മയൽ, മുഹമ്മദ് കുഞ്ഞി, P മുസ്തഫ, M ശ്രീധരൻ എന്നിവർ പങ്കെടുത്തു. ആശുപത്രി എന്താ സ്ഥിതി പറഞ്ഞാൽ അവിടെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മുമ്പ് 4 ഡോക്ടർ പോസ്റ്റ് ചെയ്തു. അതിന് വലിയ പബ്ലിസിറ്റി കൊടുത്തു. ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണി ആശുപത്രിയിൽ 4 ഡോക്ടർ ഉണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ട് പെട്ടി അടക്കം യാത്ര അയച്ച് വിട്ട് അന്ന് രാത്രി തന്നെ ഈ ഡോക്ടർമാരെല്ലാം സ്ഥലം വിട്ടു. മുഴുവൻ ജനങ്ങളും ഇതിൽ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയം കാണുന്നില്ല. നമ്മുടെ നാട്ടിന്റെ വികസനം നമ്മുടെ നാട്ടിന്റെ ആവശ്യമായി കണ്ട് വളരെ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് വന്ന് നമ്മുടെ ആവശ്യം എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന് നാട്ടുകാർ തയ്യാറെടുത്തില്ലെങ്കിൽ ഈ സ്ഥാപനം ആ സ്ഥാപനത്തിന് തൊട്ട് പുറകിൽ ഘട്ടഘട്ടമായി റിപ്പയർ ചെയ്തുകൊണ്ട് നിരവധി സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉണ്ട്. ആ ക്വാർട്ടേഴ്സൊക്കെ ഇപ്പം തന്നെ സമീപവാസികൾക്ക് പോലും കാട്ടുമൃഗങ്ങൾ അതുപോലെ പെരിച്ചായി കുറുക്കനടക്കം വന്ന് പോകുന്ന കാട് പോലും വയക്കാതെ വിട്ടു തരാനുള്ളത്. ഇതേ സ്ഥിരാൻ വേണ്ടി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ സൗകര്യമായ താലൂക്ക് ആശുപത്രിയാണ്. അതുകൊണ്ട് പറയുന്നത് UDFകാരാണ് എന്നുള്ള കാരണം യാഥാർത്ഥ്യമാണോ ശരിയാണോ എന്ന് പരിശോധിച്ചിട്ട് അതിശക്തമായ പരിഗണനം നമ്മുടെ നാട്ടിന്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നാണ് ഇതിനെക്കുറിച്ചാണ് കാണുന്നത്. അവിടെ ഇപ്പോ വീണ ജോർജ് മിനിസ്റ്റർ വന്നപ്പോ കേരളത്തിന്റെ ആകെ ആരോഗ്യ മേഖലയുടെ ഘടികാരിസം സംബന്ധിച്ചിട്ടാണ് കണ്ണൂർ ജില്ലയിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നുണ്ടായ നാട്ടിൽ നിന്നുണ്ടായ വികാരമാണ് അവിടെ ഒരു പ്രതിഷേധമായി ജനാധിപത്യ മര്യാദയിട്ടാണ് നമ്മളിപ്പോ കാണുമ്പോ അത് വലിയ തോതിൽ അത് ശരിവെക്കുകയാണ്. ആ നിലയ്ക്ക് നാളെ
യൂത്ത് ലീഗിന്റെ പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കം അവർ വളരെ ക്രമീകരിച്ചുകൊണ്ട് ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ക്രിമിനൽ സംഘങ്ങളായിട്ടുള്ള വധശ്രമത്തിൽ കേസെടുത്തിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാത്ത പക്ഷം അതിശക്തമായി ഐക്യ ജനാധിപത്യ മുന്നണി സമരരംഗത്തുണ്ടാകും. പ്രിയപ്പെട്ട നാട്ടുകാർ, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകർ, പത്രപ്രവർത്തകർ, നിങ്ങളുടെ ഭാഗത്ത് സഹകരണം ഉണ്ടാകണം. ഈ ഒരു ആതുര ശുശ്രൂഷയ്ക്കും അതുപോലെ ഉദ്ഘാടന മാമാങ്കം നടത്തിയ സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര RJ ഗോൾഡ് ചെറുപുഴ. ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ, മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ. 916 BIS സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി, മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ, മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മികമാർന്ന ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം RJ ഗോൾഡ്, JMUP സ്കൂളിന് മുൻവശം, ചെറുപുഴ.